6 പതിറ്റാണ്ടുകൾക്ക് മുൻപ് സ്ത്രീധനം കൊടുക്കുന്നതും വാങ്ങുന്നതും നിയമമൂലം നിരോധിക്കപ്പെട്ട രാജ്യമാണ് നമ്മുടേത്. പക്ഷേ ആ നിയമത്തിന് പുല്ലുവില കൊടുത്ത് പണത്തിനും സ്വത്തിനും വേണ്ടി വിവാഹം കഴിക്കുന്ന ഒരു തലമുറ ഇപ്പോഴും നമ്മുടെ നാട്ടിലുണ്ട്. കോഴിക്കോട് പന്തീരാങ്കാവിൽ നവവധുവിനെ മർദ്ദിച്ച കേസിലെ പ്രതി രാഹുലിന് വിവാഹത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് തന്നെ കച്ചവടമായിരുന്നു. വിവാഹ കച്ചവടം. പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസിന് പിന്നാലെയാണ് ഇയാളുടെ തനി സ്വഭാവം നാട്ടുകാർ അറിയുന്നത്. ഇയാളൊരു സൈക്കോ മാത്രമല്ല, വിവാഹ തട്ടിപ്പ് വീരൻ കൂടിയാണ്. നേരത്തെ വിവാഹം കഴിച്ച കാര്യം മറച്ചുവെച്ചാണ് രാഹുൽ പറവൂരിലെ പെൺകുട്ടിയെ വിവാഹം കഴിച്ചതെന്നാണ് പുതിയ വെളിപ്പെടുത്തൽ. മുൻപ് വിവാഹം കഴിച്ച കാര്യം മറച്ചുവെച്ചാണ് രാഹുൽ മകളെ വിവാഹം കഴിച്ചതെന്ന് പറവൂർ സ്വദേശിനിയായ പരാതിക്കാരിയുടെ അച്ഛൻ പറയുന്നു. എൻഗേജ്മെന്റ് വരെ എത്തി വിവാഹം മാറിപ്പോയി എന്നേ പറഞ്ഞിരുന്നുള്ളൂ. വിവാഹിതനായ ഒരാൾക്ക് തന്റെ മകളെ കല്യാണം കഴിച്ചു കൊടുക്കേണ്ട ആവശ്യം എന്താണെന്നും പെൺകുട്ടിയുടെ അച്ഛൻ ചോദിക്കുന്നു. ഇവൻ ഇതിക്ക് മുമ്പും പല പെൺകുട്ടികളെയും ഇതേപോലെ വഞ്ചിച്ചിട്ടുണ്ട് എന്നാണ് പിന്നീട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. കാരണം ഈ 12-ാം തീയതി ഇവന്റെ നാട്ടിൽ ചെന്നപ്പോൾ അടുക്കടാളം ചടങ്ങുമായിട്ട് ഞങ്ങൾ ചെല്ലുന്നത്. ചിലപ്പോൾ അവിടുത്തെ റെസിഡൻസ് അസോസിയേഷൻ്റെ ഭാരവാഹികളൊക്കെ ആയിട്ട് ഞങ്ങൾ സംസാരിച്ചു. അപ്പോൾ ഇവന് ഒരു ഫ്രോഡാണെന്നും പിന്നെ ഈ ലഹരി സാധനങ്ങൾ ഉപയോഗിക്കുന്ന കക്ഷിയാണെന്നും അതിൻ്റെ ബിസിനസ് തന്നെ ഉണ്ടോ എന്നൊക്കെ അവർ സംശയിക്കുന്നതായിട്ട് എന്നോട് പറഞ്ഞു. എറണാകുളത്ത് ഒരു പെൺകുട്ടിയുമായി തീരുമാനിച്ച വിവാഹത്തിൽ നിന്ന് തീയതി അടുത്തപ്പോൾ പെൺകുട്ടിയും കുടുംബവും പിന്മാറി. തുടർന്ന് കോട്ടയത്ത് മറ്റൊരു പെൺകുട്ടിയുമായി വിവാഹം ഉറപ്പിച്ചു. തീയതിക്ക് മുൻപേ വിവാഹം രജിസ്റ്റർ ചെയ്തു. ജർമ്മനിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയാണ് വിവാഹം നേരത്തെ രജിസ്റ്റർ ചെയ്തതെന്നാണ് വിശദീകരണം. കല്യാണത്തിന് മുൻപ് പണം ആവശ്യപ്പെട്ട് രാഹുൽ പലതവണ ഭീഷണിപ്പെടുത്തുകയും കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തതോടെ വിവാഹ ചടങ്ങിൽ നിന്നും പെൺകുട്ടിയുടെ കുടുംബം പിന്മാറി. ഇതുമായി ബന്ധപ്പെട്ട വിവാഹമോചന കേസ് ഇപ്പോഴും കോടതിയിലുണ്ട്. വിവാഹമോചനം നേടാതെയാണ് രാഹുൽ പറവൂരിലെ പെൺകുട്ടിയെ വിവാഹം കഴിച്ചത്. അതേസമയം രാഹുൽ പെൺകുട്ടിയെക്കൊണ്ട് നിർബന്ധിച്ച് മദ്യം കഴിപ്പിക്കുകയും സിഗരറ്റ് വലിപ്പിക്കുകയും ചെയ്തുവെന്ന് യുവതിയുടെ അമ്മ. അമ്മയും സഹോദരിയും അതിന്റെ ഫോട്ടോ എടുത്ത് സൂക്ഷിച്ചുവെന്നും പെൺകുട്ടിയുടെ അമ്മ ന്യൂസ് 18നോട് പറഞ്ഞു. രാഹുലേട്ടന്റെ അമ്മയും കൂടി നിർബന്ധിപ്പിച്ച് ബിയർ കുടിപ്പിച്ചു. എന്നിട്ട് രാജേഷിനെ കൊണ്ട് ഫോട്ടോ എടുപ്പിച്ചു. എന്നിട്ട് അമ്മ വീണ്ടും പറഞ്ഞ് ഒഴിച്ചു കൊടുക്കുന്നു. പക്ഷെ എന്തുകൊണ്ടോ അവനത് ഒഴിച്ചു കൊടുത്തില്ല. വേറൊരു ദിവസം സിഗരറ്റ് വലിപ്പിച്ചിട്ട് അതും ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്. പുതിയ അന്വേഷണ സംഘത്തെ കേസ് ഏൽപ്പിച്ചതിൽ സന്തോഷമുണ്ടെന്നും നീതി ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും പെൺകുട്ടിയുടെ അച്ഛൻ പ്രതികരിച്ചു. മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് വളരെ ശക്തമായ രീതിയിൽ ആത്മാർത്ഥമായിട്ടും സത്യസന്ധമായിട്ടും ഇടപെടലുകൾ നടത്തി അത് ACPക്ക് ചാർജ് കൊടുത്തിട്ടുള്ളതുകൊണ്ട് എനിക്ക് അത് പൂർണ്ണമായിട്ടുള്ള വിശ്വാസവും സന്തോഷവുമുണ്ട്. പെൺകുട്ടി ഗുരുതരമായ ശാരീരിക പീഡനത്തിന് ഇരയായെന്ന് കമ്മീഷൻ ലഭിച്ച പരാതിയിൽ വ്യക്തമെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ P. സതിദേവി. പോലീസിൽ നിന്നുണ്ടായ മോശം പെരുമാറ്റവും പരാതിയിലുണ്ട്. ശാരീരിക പീഡനം ഏൽപ്പിക്കാൻ ഭർത്താവിന് അവകാശമുണ്ടെന്ന് കരുതുന്ന പോലീസുകാർ കേരളത്തിനും പോലീസ് സേനയ്ക്കും അപമാനമാണെന്നും P. സതിദേവി. ശാരീരികമായിട്ടുള്ള പീഡനം ഏൽപ്പിക്കാൻ ഭർത്താവിന് അവകാശമുണ്ട് എന്ന് ധരിച്ചു വെച്ചിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ തീർച്ചയായിട്ടും നമ്മുടെ പോലീസ് സേനയ്ക്ക് അപമാനമാണ്. സംഭവത്തിൽ പോലീസിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ച് മർദ്ദനത്തിനിരയായ പെൺകുട്ടി പരാതി നൽകിയിരുന്നു. മുഖ്യമന്ത്രിക്കും വനിതാ കമ്മീഷനും SP-ക്കുമാണ് പരാതി അയച്ചത്. തുടർന്നാണ് നടപടികൾ ദ്രുതഗതിയിലായത്. ന്യൂസ് 18 കൊച്ചി.